പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയെയും കൃഷ്ണയെയും കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സാഗറും കുടുംബവും. അവിടെ വെച്ചാണ് അവരുടെ മുൻപിലേക്ക് സുമിത്രയും ഭർത്താവും കയറി വരുന്നത്. അപ്രതീക്ഷിതമായ ഈ കാഴ്ച എല്ലാവരെയും ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നു. പക്ഷേ വേഗം കൃഷ്ണനെയും കൺമണിയെയും കാണണം എന്നുള്ള തീരുമാനത്തിൽ പോകുന്ന സാഗറും അതുപോലെ തന്നെ സുജയും ആദ്യം സുമിത്രയെയും ഭർത്താവിനെയും ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇതോടെ അയാൾ സാഗറിന്റെ കയ്യിലേക്ക് കടന്നു പിടിക്കുന്നു. എന്നാൽ സാഗറാകട്ടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ആളെ തിരിച്ചറിയാതിരിക്കുന്ന സാഗർ ഉടൻ തന്നെ അവിടേക്ക് പോവുകയാണ്. എനിക്ക് കൃഷിനെ കാണണം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞ് മതിയാകൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതേ തുടർന്ന് സുമിത്ര ഇനി കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്തുകൊള്ളും എന്നുള്ള കാര്യം പറയുകയും അതുകൊണ്ട് തന്നെ ഇനി ബലരാമന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം ബലരാമനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി പോലീസ് പുറത്തേക്ക് ഇറക്കുകയാണ്. ഇതേ സമയമാണ് അവിടേക്ക് കയറി വരുന്നത് സാഗറും കുടുംബവും. ഇതോടെ കൃഷ് കാണിച്ചു കൊടുക്കുകയാണ് സുജയ്ക്കും അതുപോലെ തന്നെ സാഗറിനും ബലരാമന്റെ അച്ഛനും അമ്മയുമാണ് ആ പോയത് എന്ന്. മാത്രവുമല്ല, കൺമണിയെ കൊല്ലുന്നതിനായി ശ്രമിച്ചത് ബലരാമൻ തന്നെയാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സാഗർ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. എടാ, നിന്നെ ഞാൻ എൻ്റെ മകനെ പോലെ അല്ലേടാ കണ്ടത്. ആ എന്നോട് തന്നെ നീ ഇങ്ങനെ ചെയ്തല്ലോ. നിന്നെ പോലെയുള്ള ഒരു ചതിയനെ കണ്ണുമടച്ച് വിശ്വസിച്ച് സ്വന്തം മകനെ പോലെ ഞാൻ വളർത്തി. അതിലും വലിയൊരു തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് വരാനില്ല. ഇതോടെ കൊല്ലുമട നിന്നെ എന്ന് പറഞ്ഞ് കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഉടൻ തന്നെ പോലീസുകാർ ഇടപെട്ട് ഇരുവരെയും രണ്ടു വശത്തേക്ക് വലിച്ചു നീക്കുന്നു. പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. സാഗർ വാശിയോടെ നിൽക്കുമ്പോൾ കൃഷ് പറയുകയാണ്, തൽക്കാലത്തേക്ക് നമുക്ക് നിയമം മൂലം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. കൺമണി ഇപ്പോൾ സുരക്ഷിതയായി വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇവനെ കൊടുക്കുന്നതിനുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കൈവശം ഉണ്ട് താനും. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ധൈര്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ സാഗറിന്. അവൻ ഇനി പകൽ വെളിച്ചം കാണരുത്, അതിനു വേണ്ടിയുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന സാഗർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി വക്കീലുമായി ബന്ധപ്പെടാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തായാലും കൺമണി സുരക്ഷിതയായി തിരികെ എത്തിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. അവളുടെ കാര്യത്തിൽ ഇനി പ്രത്യേക ശ്രദ്ധ എന്തായാലും വേണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സാഗർ. ഇതേ തുടർന്ന് കൃഷിനോട് അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവിടാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇതോടെ പുതിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ബലരാമന്. തന്നെ ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ബലരാമനാകെ നിരാശനായി നിൽക്കുകയാണ്. തന്നെ രക്ഷിക്കാനായി ഇനി ആര് വരും? ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ബലരാമന്റെ സഹോദരി സഹായിക്കുന്നതിനായി എത്തുന്നത്. ചേട്ടനെ,
അങ്ങനെ കൈവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അവൾ കാര്യങ്ങളെല്ലാം നമുക്ക് നിയമപരമായി തന്നെ നേരിടാമെന്നും സത്യങ്ങൾ നമ്മൾ തെളിയിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി പുതിയ നീക്കങ്ങളുമായി സുമിത്ര വരുമെന്നുള്ള കാര്യം അറിയിക്കുന്ന ബലരാമൻ അമ്മയെ സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. നിന്റെ ജീവനുള്ള ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്തായാലും കാര്യങ്ങൾ കൃത്യമായി ഞാനും നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവൾ. ഇതേ സമയം കൺമണി രക്ഷപ്പെട്ടതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് എല്ലാവരും. ഇതേ തുടർന്നാണ് മനോജ് മുന്നിലേക്ക് കടന്നു വരുന്നതും കൺമണിയെ കെട്ടിപ്പിടിക്കുന്നതും. പക്ഷേ ഒടുവിൽ ബലരാമൻ അല്ല ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള സത്യം തെളിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.